സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും അനുവദിക്കുന്ന ബജറ്റ് നിർദ്ദേശത്തെ തള്ളി ഇടത് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത്. വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് SFI വ്യക്തമാക്കി. സ്വകാര്യ സർവകലാശാലകളെ സർക്കാർ നിയന്ത്രിക്കണമെന്നും SFI ആവശ്യപ്പെട്ടു. പുതിയ നിർദ്ദേശങ്ങൾ LDFന്റെ പ്രഖ്യാപിത നീക്കത്തിന് വിരുദ്ധമാണെന്ന് AISF ആരോപിച്ചു. അതേസമയം സ്വകാര്യ മൂലധനത്തെ CPIM ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ബജറ്റിന് പിന്നാലെ തുടർ നടപടികളുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് നീക്കം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പുതിയ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിലൂടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. ശക്തമായ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തനം. ചില സ്വകാര്യ സർവകലാശാലകൾ സർക്കാരുമായി ചർച്ച നടത്തി. പ്രത്യേക സ്ഥലം കണ്ടെത്താതെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളായിരിക്കും സർവകലാശാല കേന്ദ്രങ്ങളായി മാറുക. സ്വകാര്യ വിദേശ സർവകലാശാലകളും നിക്ഷേപങ്ങളും കൊണ്ടുവരുന്നത് നയംമാറ്റമല്ലെന്ന് മന്ത്രി പറഞ്ഞു. നയപരമായ മാറ്റം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഊന്നല് എപ്പോഴും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പബ്ലിക് ഫണ്ടഡ് സ്ഥാപനങ്ങൾക്കും തന്നെയാണ്. സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഒരു കരട് ബില്ല് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നിയമവകുപ്പെല്ലാം പരിശോധിച്ചിരിക്കുകയാണ്. സ്വകാര്യ മൂലധനത്തെ അല്ല, ആഗോളവത്കരണത്തെയാണ് CPIM എതിർത്തതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഞങ്ങൾ ആഗോളവൽക്കരണത്തെയാണ് എതിർത്തത്. സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല. അന്നും എതിർത്തിട്ടില്ല, ഇന്നും എതിർത്തിട്ടില്ല, ഇനി എതിർക്കുകയും ചെയ്യില്ല. കാരണം ഇത് മുതലാളിത്ത സമൂഹമാണ്. പിണറായി വിജയൻ ഭരണം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന തെറ്റിദ്ധാരണയും വേണ്ട. വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരുന്നതിൽ SFI ആശങ്ക പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ ആശങ്ക അകറ്റുന്നതാണ്. കാരണം സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം LDFന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണെന്ന് AISF. തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സമരമെന്നും മുന്നറിയിപ്പ്. സ്വാശ്രയ സ്വകാര്യ സ്വയംഭരണ സമ്പ്രദായങ്ങളെ ചവച്ചുതുപ്പി TP ശ്രീനിവാസന്റെ മുഖത്തടിച്ച SFIയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.